കണ്ണൂർ എഡിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് വിധി പറയുക. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, തിങ്കളാഴ്ച വിധി വരാനിരിക്കുന്നു, എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നത്. അത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ആണ് ഈ ഹർജി നൽകിയിരുന്നത്. ഇതിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് നേരത്തെ വിശദമായ വാദം കേട്ടത്. ഈ കേസിൽ അതായത് ആത്മഹത്യ ഒരു കൊലപാതകമാണ്, ഇത് ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്നടക്കമുള്ള സംശയങ്ങളാണ് ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഉയർത്തിയിരുന്നത്. കാരണം അതിന് ആസ്പദമായ ചില വാദങ്ങൾ കൂടി, അതിനെ ആധാരമായ ചില വാദങ്ങൾ കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുകയാണ് ചെയ്തത്. കാരണം ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സംസ്ഥാന പോലീസ്, ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ്, സംസ്ഥാന പോലീസിന്റെ പ്രത്യേക സംഘമാണ് അന്വേഷിച്ചത്. ഈ അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോയത്. ശാസ്ത്രീയമായ തെളിവുകളടക്കം ശേഖരിച്ചു. ഇതൊരു ആത്മഹത്യ തന്നെ മാത്രമാണ്, അല്ലാതെ കൊലപാതകം എന്ന് സംശയിക്കത്തക്ക ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നടക്കമുള്ള വാദങ്ങളാണ് ഉയർത്തിയത്. മാത്രമല്ല, ഈ കേസിൽ പ്രത്യേകമായി CBIയുടെ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാട് കൂടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു. ഹൈക്കോടതി പറഞ്ഞാൽ അന്വേഷണമാകാമെന്ന നിലപാടാണ് CBIയും എടുത്തത്. എന്നാൽ ഈ കേസിൽ അങ്ങനെ വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ക്രിസ്മസ് അവധിക്കാലത്തിന് മുൻപ് ഈ ഹർജി വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തത്. ഇതിലാണ് തിങ്കളാഴ്ച രാവിലെ 10:15 ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധി പറയുന്നത്. ശരി, നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ നൽകിയ ഹർജിയിൽ കോടതിയുടെ തീരുമാനം തിങ്കളാഴ്ച അറിയാം.